ഭാരതത്തിന്റെ സാംസ്കാരിക ഏകീകരണം എന്ന ആശയമാണ് ഭാഗ്യനഗറിൽ നടക്കുന്ന ലോക് മഥന്റെ സവിശേഷതയെന്ന് പ്രജ്ഞാ പ്രവാഹ ദേശീയ സംയോജക ജെ നന്ദകുമാർ പറഞ്ഞു. രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ ലോക് മഥിൽ പങ്കെടുക്കുമെന്നും ജെ നന്ദകുമാർ ജനം ടിവിയോട് പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവത്തിന് ലോക് മന്ഥൻ പരിപാടിക്ക് ഭാഗ്യനഗറിൽ 21-ാം തീയതി തുടക്കമാവുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ലോക് മന്ഥൻ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പ്രജ്ഞാ പ്രവാഹിന്റെ ദേശീയ സംയോജക് ജെ നന്ദകുമാർ ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. ലോക് മന്ഥൻ 2016 മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നു വരികയാണ്. എന്താണ് ഇത്തവണ ലോക് മന്ഥന്റെ സവിശേഷതകൾ? എന്തുകൊണ്ടാണ് ഹൈദരാബാദ് തിരഞ്ഞെടുക്കാൻ കാരണം? ലോക് മന്ഥൻ്റെ 4ാമത് പരിപാടിയാണ് ഈ 21-ാം തീയതി, നവംബർ മാസം 21-ാം തീയതി തുടങ്ങുന്നത്. ഇതിനോടകം 3 ലോക് മന്ഥനുകൾ കഴിഞ്ഞിരിക്കുകയാണ്. 2016 ഭോപ്പാലിലും, 2018 റാഞ്ചിയിലും, 2022 ഗുവാഹട്ടിയിലും. ഇത്തവണ ഭാരതത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത് ലോക് മന്ഥൻ വേണം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഭോപ്പാലും റാഞ്ചിയും ഗുവാഹട്ടിയുമൊക്കെ ഒന്നുകിൽ മധ്യഭാരതമോ ഉത്തരഭാരതമോ അല്ലെങ്കിൽ ഉത്തരപൂർവ്വ ദേശത്വമാണ്. ദക്ഷിണ ഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരികളിലൊന്ന്. അതിനോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്ര പാരമ്പര്യങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുള്ളൊരു നഗരിയാണ് ഭാഗ്യനഗരം എന്ന് അറിയപ്പെട്ടിരുന്നതും ഇന്ന് ഹൈദരാബാദ് എന്ന പേരിൽ അറിയുന്നതുമായ തെലങ്കാനയുടെ തലസ്ഥാനം. അവിടെ തന്നെ നടത്താനുള്ള തീരുമാനം അതുകൊണ്ടാണ് കൈക്കൊണ്ടത്. തെലങ്കാനയുടെ വാറങ്കൽ കേന്ദ്രമായി തെലങ്കാനയിൽ അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിൽ ഭരണം നടത്തിയിരുന്ന കാക്കാത്തിയ സാമ്രാജ്യം, അതിലെ പ്രഗത്ഭരായിട്ടുള്ള രാജാക്കന്മാർ അവരുടെ ഹൈന്ദവ ആചാര വിശ്വാസങ്ങളിലുള്ള ഉറച്ച നിലപാട്, ഇതൊക്കെ പിൽക്കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും മറാഠ സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ സ്ഥാപനത്തിനും വളർച്ചയ്ക്കും കാരണമാവുകയും വടക്കു നിന്ന് വന്ന ഇസ്ലാമിക മുഗള പടയോട്ടങ്ങളെ തടഞ്ഞു നിർത്തി ഭാരതത്തിൻ്റെ ദക്ഷിണ ഭാഗത്തെ രക്ഷിക്കുകയും ചെയ്ത ഒരു വലിയ പങ്ക്, ചരിത്രപരമായ പങ്ക് നിർവഹിച്ച പ്രദേശമാണ് അത് എന്നതുകൊണ്ടുകൂടിയാണ് അവിടം തിരഞ്ഞെടുത്തത്. ഇത്തവണത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ രാഷ്ട്രപതി മുതൽ RSSന്റെ സർസംഘചാലക് വരെ പങ്കെടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത്? ഇത്തവണത്തെ ഈ ഒരു ലോക് മന്ഥന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ലോക് മന്ഥന്റെ ഉദ്ഘാടനം നവംബർ 22-ാം തീയതി രാവിലെ 10 മണിക്ക് ശില്പകലാ വേദികയിൽ ഭാരതത്തിൻ്റെ ആദരണീയയായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു നിർവഹിക്കും. അതിന് ഒരു ദിവസം മുമ്പ് ലോക് മന്ഥനോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പ്രദർശനിയുടെ ഉദ്ഘാടനം ഭാരതത്തിൻ്റെ മുൻ ഉപരാഷ്ട്രപതി ആദരണീയ വെങ്കയ്യ നായിഡുജി, അതായത് 21-ാം തീയതി നിർവഹിക്കും. 24-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലോക് മന്ഥൻ്റെ സമാപന പരിപാടി 24-ാം തീയതി ഉച്ചതിരിഞ്ഞ് 2:30-ക്ക് പൂജനീയ സർസംഘചാലക് മോഹൻജി ഭഗവത്തിൻ്റെ സമാപന സന്ദേശത്തോടുകൂടി നടക്കും. ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികളുണ്ട് എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, ഈ തവണ ഭാരതീയ സംസ്കാരത്തോട് പല കാരണങ്ങൾ കൊണ്ടും ചേർന്ന് നിൽക്കുന്ന ചില വിഭാഗങ്ങളുടെ, ഉദാഹരണത്തിന് യസീദി, അതേപോലെ ലിത്വാനിയ, ബാൾട്ടിക് സ്റ്റേറ്റ്സിൽപ്പെട്ട ലിത്വാനിയയിൽ നിന്നുള്ള റോമോ ഗ്രൂപ്പ്, അതേപോലെ തന്നെ അർമേനിയയിൽ നിന്നുള്ള സൺസ് ഓഫ് സൺ എന്ന് പറയുന്ന സൂര്യപുത്രന്മാരെന്ന് നമുക്ക് തർജ്ജമ ചെയ്യാവുന്ന വിഭാഗങ്ങൾ, ഇവരൊക്കെ അബ്രഹാമിക പൂർവ്വ, സെമിറ്റിക് പൂർവ്വ പാരമ്പര്യങ്ങൾ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്തു പോകുന്നവരാണ്. അവരുടെ പങ്കാളിത്തം. അതേപോലെ ഇന്തോനേഷ്യ, ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സാന്ദ്രതയുണ്ട്, ജനസംഖ്യാ സാന്ദ്രതയുണ്ടെന്ന് പറയപ്പെടുന്ന ഇന്തോനേഷ്യയുടെ രാമായണ പ്രദർശനം, കേച്ചക് ഡാൻസ് എന്ന പേരിൽ അതും ഇവിടെ നടത്തപ്പെടുകയാണ്. മൊത്തത്തിൽ 40-നും 50-നും ഇടയിൽ വിദേശ പ്രതിനിധികൾ കൂടി, വിദേശങ്ങളിൽ ജീവിക്കുന്ന ഈ പ്രീ അബ്രഹാമിക് റിലീജിയൻസിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പ്രാതിനിധ്യം അതൊരു സുപ്രധാനമായ ഘടകമാണ്. ഇതേപോലെ തന്നെ റഷ്യയിൽ നിന്ന്, ചൈനയിൽ നിന്ന്, നെതർലാൻഡ്സിൽ നിന്ന്, തായ്ലൻഡിൽ നിന്ന് ഒക്കെ പ്രതിനിധികൾ ഇത്തവണ ലോക് മന്ഥനിൽ പങ്കെടുക്കും. അങ്ങനെ നോക്കുമ്പോൾ വസുധൈവ കുടുംബകം എന്ന ഭാരതത്തിൻ്റെ അടിസ്ഥാന
സിദ്ധാന്തത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ലോക്മന്ധൻ നടക്കുന്നത്. സംസ്കാരം നമ്മളെ ഒരുമിപ്പിക്കുന്നു എന്ന സന്ദേശമാണ് ഇത്തവണ നമ്മൾ ലോകത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും അവസാനമായി ലോക് മന്ഥൻ ആ ഒരു പേര് തന്നെ വളരെ വ്യത്യസ്തമാണ്. എന്താണ് ഈ ഒരു തുടർച്ചയായിട്ടുള്ള ഈ ഒരു പരിപാടികളിൽ അല്ലെങ്കിൽ കൃത്യമായ കാലയളവിൽ നടത്തി വരുന്ന ഈ ഒരു പരിപാടിയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? ഏറ്റവും ഒടുവിൽ പറഞ്ഞ പോലെ ഒരു സാംസ്കാരിക ഏകീകരണം തന്നെയാണ്. ലോകമന്ഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ തനത് സംസ്കാരത്തെ സംബന്ധിച്ചുള്ള വൈചാരിക മഥനം എന്നാണ്. ലോക് എന്ന വാക്ക് പ്രായേണ ഭാരതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഹിന്ദിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് മലയാളത്തിൽ ചിന്തിച്ചാൽ അതിനെ തനത് പാരമ്പര്യമെന്നോ നമ്മുടെ യഥാർത്ഥ പാരമ്പര്യമെന്നോ ഒക്കെ വിളിക്കാം. പക്ഷെ പലപ്പോഴും ലോക് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിക്കുന്നത്. ഫോക്ക് എന്നാണ്. അങ്ങനെയാണല്ലോ ഫോക്ക് അക്കാഡമിയും ഫോക്ക് സൊസൈറ്റികളും ഒക്കെ ഉള്ളത്. സത്യത്തിൽ ഫോക്ക് എന്ന ഇംഗ്ലീഷ് പദം ഒരു അപമാനകരമായ നിന്ദ്യമായൊരു പദപ്രയോഗമാണ്. ഫോക്ക് ഡാൻസ് എന്ന് നമ്മൾ പറയുന്നു. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഡാൻസിന് എന്ത് പേരാണ് നമ്മൾ പറയുന്നത്? ക്ലാസിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്. ഫോക്ക് സംഗീതത്തിന് എന്ത് വിപരീത പദമോ അല്ലെങ്കിൽ അതിന് അപ്പുറത്തുള്ള മറ്റൊന്ന് ഫോക്ക് അല്ലാത്തത് എന്താണ് പറയുന്നത്? ശാസ്ത്രീയ നൃത്തം അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം എന്ന് പറഞ്ഞാൽ ഫോക്കിൻ്റെ അർത്ഥം എന്തായി? അശാസ്ത്രീയം അല്ലെങ്കിൽ അശാസ്ത്രീയ നൃത്തം, നാഗരികതയോട് ചേർന്ന് നിൽക്കാത്തത്, പ്രാകൃതം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ആ ഒരു തർജ്ജമ തന്നെ ശരിയല്ല എന്നതുകൊണ്ടാണ് ലോകമന്ധൻ എന്ന പേര് തന്നെ കൊടുക്കുന്നത്. ലോകം എന്നതുകൊണ്ട് ഗോത്രവർഗമെന്നോ അല്ലെങ്കിൽ വനവാസി എന്നോ അർത്ഥവുമില്ല. ഒരു ജാതിയെ കുറിക്കുന്ന പദവുമല്ല, ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പദവുമല്ല അത് നമ്മുടെ തനത് യഥാർത്ഥ ഒരു തരത്തിലും മലിനമാക്കപ്പെടാത്ത ശുദ്ധമായ നമ്മുടെ സംസ്കൃതിയെ സൂചിപ്പിക്കുന്നതാണ്. ഇതാണ് മറ്റൊരർത്ഥത്തിൽ പി കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സൗന്ദര്യ ദേവതയിൽ വർണ്ണിക്കുന്നത്. ചേണഴും ഉൾപ്പൂവിതൾ പുഴുക്കുത്തു വീണില്ല, നൂതന വിദ്യ തൻ വേലയാൽ, വിശ്വപ്രകൃതിയാൾ തൻ കലാശാലയിൽ വിദ്യ നേടിയതിനാൽ. പ്രകൃതിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വിദ്യ നേടുന്നത്. നാഞ്ചിയമ്മ അവരുടെ അവാർഡ്, ദേശീയ തലത്തിലെ പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടിയതിന് ശേഷം അവർ നടത്തിയ ഒരു പ്രതികരണവും ഈ തരത്തിൽ വളരെ ശ്രദ്ധേയമാണ്. അവർ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് പഠിക്കാൻ ഒരു സ്കൂളും ആവശ്യമില്ല, ഞങ്ങൾ പഠിക്കുന്നത് ആ താഴ്വാരത്തിൽ നിന്നാണ്. എവിടെയാണോ നൂറുകണക്കിന് പുഷ്പങ്ങൾ ആയിരക്കണക്കിന് വർണ്ണങ്ങളിൽ പൂത്തുലയുന്നത്, ആ പൂക്കളിൽ നിന്നാണ് ഞങ്ങൾ സംഗീതം പഠിക്കുന്നത്. ഞങ്ങളുടെ മലമുകളിൽ പാടുന്ന പക്ഷികളിൽ നിന്നാണ്, വിവിധ തരങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് പക്ഷികളിൽ നിന്നാണ് ഞങ്ങൾ രാഗം അഭ്യസിച്ചത്. അതാണ് യഥാർത്ഥത്തിലുള്ള സംഗീതം, അതാണ് യഥാർത്ഥത്തിലുള്ള നൃത്തം, അതാണ് യഥാർത്ഥത്തിലുള്ള കല. അതിന് ഇന്ന് അത് പ്രാകൃതമാണ്, അത് പിന്നാക്കമാണ് എന്ന മട്ടിൽ പറഞ്ഞ് സമൂഹത്തിൽ പിന്തള്ളുകയും അവരുടെ ഇടയിൽ വിഭജന വാസന കൊണ്ടുവരികയും മുഖ്യധാരയിൽ നിന്ന് വേറിട്ടവരാണെന്നുള്ള ചിന്ത വളർത്താനുമൊക്കെ ശ്രമിക്കുന്നതിനെതിരെയുള്ള ഒരു വൈചാരിക യുദ്ധം കൂടിയാണ് ലോകമന്ധൻ. ശരി, വളരെയധികം നന്ദി. ലോക്മന്ധന് ജനൻ ടിവിയുടെയും ആശംസകൾ. 21-ാം തീയതി മുതൽ ഭാഗ്യനഗറിൽ നടക്കുന്ന ലോക്മന്ധൻ പരിപാടിയുടെ വിശദാംശങ്ങളാണ് ജെ നന്ദകുമാർ പങ്കുവച്ചിട്ടുള്ളത്. 21-ാം തീയതി മുതൽ 24-ാം തീയതി വരെ ലോക്മന്ധന്റെ വിശേഷങ്ങൾ ജനൻ ടിവിയിലും തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.